അപ്പം നമ്മൾ സാധാരണ ഈ ദളിത് ഇഷ്യൂസ് ഒക്കെ പറയുമ്പോൾ കൂടുതലും നമ്മുടെ ശ്രദ്ധ എവിടെയാണെന്നറിയാം. നമുക്ക് നിലമില്ലാത്തതിലല്ല ശ്രദ്ധ, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് കിട്ടാത്തതിലല്ല ശ്രദ്ധ, നമുക്ക് മികച്ച ജീവിത സാഹചര്യം ഇല്ലാത്തതിലല്ല ശ്രദ്ധ. നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഒട്ടുമിക്ക സമയത്തും ഇപ്പോൾ മുരളീധരൻ സാർ പറഞ്ഞിട്ട് പോയി, ഒരു ദളിത് വിഭാഗമാണോ OBC ആണോ, ഞാൻ ആ വാർത്ത വായിച്ചു പോലുമില്ല. അമ്പലത്തിൽ കഴകം ചെയ്യാനും കൊട്ടാനും അനുമതി കിട്ടിയില്ല എന്ന് പറഞ്ഞതിലാണ് പൊതുബോധത്തിലുള്ള വിഷമം. അല്ലെങ്കിൽ കലോത്സവത്തിൽ ബ്രാഹ്മണിക്കൽ സദ്യയാണോ വിളമ്പിയത്, അതിലാണ് നമുക്ക് വിഷമം, അതിലാണ് തർക്കം മൊത്തം. 10-30 കൊല്ലം ഉദ്യോഗസ്ഥല തലത്തിലിരുന്ന് എല്ലാ പ്രിവിലേജും ആസ്വദിച്ച് റിട്ടയർഡ് ആകുന്ന തലേ ദിവസം എന്നെ കറമ്പി എന്ന് വിളിച്ചെന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറിയുടെ ലൈവ് കണ്ട് അതിൽ പോരടിക്കുന്നതിലാണ് നമുക്ക് സന്തോഷം, വിഷമം. നമ്മൾ അതിലാണ് നമുക്ക് കമൻ്റ് ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ വിഷയം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ ലീസ്റ്റ് ബോധഡായി ഇത്തരം വിഷയങ്ങളിലൊക്കെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നന്നത്തെ ലൈഫിലെ പ്രതിസന്ധി നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും ഈ നവകേരളത്തിലും പുരോഗമന കേരളത്തിലും നേരിടുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. അത് പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷനാണ്. നമ്മൾ വടക്ക് നോക്കി യന്ത്രം ആയതുകൊണ്ട് UP-യിൽ നടക്കുന്നതും ബീഹാറിൽ നടക്കുന്നതും ദില്ലിയിൽ നടക്കുന്നതും മാത്രം വാർത്തകളായി കാണുന്നത് കൊണ്ടും ആ വാർത്തകൾ മാത്രം ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ അത് കാണുന്നു, കേൾക്കുന്നു, വായിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ അയൽവക്കത്ത് നടക്കുന്ന ഡിസ്ക്രിമിനേഷനും അട്രോസിറ്റീസും നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വിഷമം ഈ ചീഫ് സെക്രട്ടറിയെ കറമ്പി എന്ന് വിളിച്ചതിൽ നമ്മൾ ഇനി അവരുടെ ഒപ്പം നിൽക്കണോ അതോ നമ്മൾ അവർക്കെതിരായിട്ട് സംസാരിക്കണോ? പിന്നെ സംസ്കൃതം പഠിച്ച നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരുണ്ട്, അവർ രാമന്റെ നീതികേട്, വേദങ്ങളുടെ സൂക്ഷ്മമായ പരിശോധന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ കാര്യമാണ്. ഐ ഡോണ്ട് കെയർ അറ്റ് ഓൾ. അത് അവർ ചെയ്തോട്ടെ, പറഞ്ഞോട്ടെ, എന്ത് വേണേലും കാണിച്ചോട്ടെ. ഹൂ ബോദേഴ്സ് എന്നുള്ളതാണ് ഞാൻ ചോദ്യം. കാരണം എനിക്കിപ്പോഴും താമസിക്കാൻ എൻ്റെ സർക്കാർ തരുന്നത് 350 സ്ക്വയർ ഫീറ്റിൻ്റെ ലൈഫ് മിഷൻ വീടാണ്. ഞാൻ ചോദിച്ചത് 1 ഏക്കർ സ്ഥലമാണ്. ആ 1 ഏക്കർ സ്ഥലം കൃഷി ചെയ്യാൻ ചോദിക്കുമ്പോൾ 5.25 ലക്ഷം ഏക്കർ സ്ഥലം മിച്ചഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞ് ഇവിടെ ഉണ്ടെന്ന് ഈ പിണറായി സർക്കാർ വെച്ച രാജമാണിക്യം കമ്മീഷൻ കണ്ടെത്തിയിട്ട് ആ കടലാസ് മേടിച്ച് കയ്യിൽ വെച്ചിട്ട് നമ്മുടെ അടുക്ക കള്ളം പറയുകയാണ്, ഭൂമിയില്ല. അതുകൊണ്ട് കോളനിയുടെ കഥ നിങ്ങൾക്ക് അറിയാലോ. ആദ്യം 15 സെന്റാ കൊടുത്തോണ്ടിരുന്നത്, പിന്നെ സ്ഥലമില്ലെന്ന് പറഞ്ഞ് അത് 10 ആക്കി, പിന്നെ 10 എന്നുള്ളത് 5 ആക്കി, പിന്നെ 5 എന്നുള്ളത് 3 ആക്കി. ഇപ്പൊ 3 സെന്റും തരാനില്ല. അപ്പൊ അത് വെർട്ടിക്കൽ കോളനി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അത് ഈ ബ്രസീലിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഈ ഷവേല എന്ന് പറയും ബ്രസീലിലെ കോളനികൾ. ബാങ്കോക്കിലൊക്കെ ഉണ്ട്, ചൈനയിൽ, ഷാങ്കായിലൊക്കെ ഈ വെർട്ടിക്കൽ കോളനി. അപ്പൊ ഒരു 3 സെന്റ് സ്ഥലത്തിൽ ഒരു കുടുംബത്തിനെ താമസിപ്പിക്കുന്നതിന് പകരം നിങ്ങൾക്കൊരു 10 നിലയുള്ള ഫ്ലാറ്റ് പണിതാൽ 350 സ്ക്വയർ ഫീറ്റിൽ 10 കുടുംബത്തിനെ താമസിപ്പിക്കാം. അപ്പം നിലം ചോദിച്ചാൽ തരില്ല, എന്നെ അവിടെ കൊണ്ട് ഒതുക്കിയിരിക്കുക. അപ്പൊ അങ്ങനെ നിലമില്ലാതെ എനിക്ക് ചുറ്റും നടക്കുന്ന അട്രോസിറ്റീസിനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കറമ്പീന്ന് വിളിച്ചതാണോ പ്രശ്നം, കലോത്സവത്തിലെ സദ്യക്കകത്തെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണോ പ്രശ്നം, അതോ രാമന്റെ നീതികേടാണോ പ്രശ്നം എന്നുള്ളത്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന, കാരണം മുരളി നേരത്തെ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ആരെയും സാറെന്ന് വിളിക്കാറില്ല കേട്ടോ, എന്നെയും റജി എന്ന് വിളിക്കാറുള്ളൂ. കാരണം സാറെന്ന് വിളിക്കുന്നത് എനിക്കത്ര ഒരു പിടുത്തവും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. എന്നെയും പേര് വിളിക്കും, ഞാൻ നിങ്ങളെയും പേര് വിളിക്കാം, അതിൽ ബഹുമാനമുണ്ട്, അത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച തന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ഈ അട്രോസിറ്റീസ് എല്ലാം കൂടി ഒന്ന് കണക്കെടുത്ത് വെച്ച് നോക്കി. ഞാൻ ചുമ്മാ ചില സംഭവങ്ങൾ മാത്രം വായിച്ചേൽപ്പിക്കാം. 2016 തൊട്ട് ഓരോ സംഭവം മാത്രം, ഓരോ വർഷം ഓരോ സംഭവം. കാരണം ഒരുപാടുണ്ട്, ആ കണക്ക് ഞാൻ പിന്നെ പറയാം. മറന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, നിങ്ങൾ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ചർച്ചയ്ക്കകത്ത് വീണു പോകുമ്പോൾ ഇത് മറക്കരുത്. 2016 തലശ്ശേരിയിൽ അഞ്ജന അജിത എന്ന് പറഞ്ഞ 2 സഹോദരിമാർ ഒരു CPM ഓഫീസിലോട്ട് കണ്ട കാലെടുത്ത് വെച്ചെന്ന് പറഞ്ഞു. അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. കൈക്കുഞ്ഞുമായിട്ട് ആ അഞ്ജന കസ്റ്റഡിയിൽ പോയത്. ആ അഞ്ജന അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു. തലമുടി നാരഴയ്ക്കാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്. നമ്പർ 1. 2017 നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, തലമുടി വളർത്തി എന്നുള്ളതിന്റെ പേരിൽ വഴിയെ പോയ ആ ചെറുക്കനെ, വിനായകനെ, ആ ചെറുക്കനെ വിളിച്ചുകൊണ്ട് പോയി
കസ്റ്റഡിയിൽ വെച്ച് പേടിപ്പിച്ച് പീഡിപ്പിച്ച് ഡ്രഗ് അഡിക്റ്റ് ആണ്, ഡ്രഗ് പെഡലർ ആണെന്ന് പറഞ്ഞ് അവനെ പിന്നെ റിലീസ് ചെയ്ത് പിറ്റേ ദിവസം അവൻ ആത്മഹത്യ ചെയ്തു. അത് കസ്റ്റഡിയിൽ ഡെത്തായിട്ട് തന്നെ എനിക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. വഴിയെ പോയതായിരുന്നു, കറമ്പനായിരുന്നു, തലമുടി വളർത്തിയതായിരുന്നു. ഇത് രണ്ടും മതിയായിരുന്നു പോലീസിന് കൊണ്ടുപോയി വെച്ചിട്ട് ഇടിക്കാനും പീഡിപ്പിക്കാനും പേടിപ്പിക്കാനും. ചെറുപ്പക്കാരനാണ്, പോലീസൊക്കെ കൊണ്ടേ ഇപ്പൊ എന്നെ പോലും കൊണ്ടേ വെച്ച് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പേടിക്കും. 2018 അട്ടപ്പാടി മധു മോഷണ കുറ്റം, കയ്യിലുണ്ടായിരുന്ന ഏതാണ്ട് മഞ്ഞൾ പാക്കറ്റ്, നാട്ടുകാർ ഇടിച്ചു വന്നതാണ്, പോലീസ് നോക്കി നിന്നു. വർഷങ്ങളായിട്ട് ഈ പിണറായി സർക്കാരിന് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിനെ കൊടുക്കാൻ പറ്റിയില്ല. അവസാനം മമ്മൂട്ടിയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റിലീസ് ചെയ്തത്. അങ്ങനെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നത്. 2019 പിന്നെ കോവിഡും അതും ഇതും തുടങ്ങിയൊക്കെ സമയമായിട്ട് 2020 തേൻകുരിശിയിൽ പാലക്കാട് സൈഡിൽ ഒരു ദുരവമാണി കൊലയുണ്ടായി. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടതും ഉയർന്ന ജാതിയിൽപ്പെട്ടതുമായുള്ള ഒരു പ്രണയവിവാഹം നടന്നപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആ കൊച്ചിന്റെ അവരെ വെട്ടിക്കൊല്ലുവാണ്. അല്ല, താഴ്ന്ന ജാതിയിൽപ്പെട്ട പയ്യനെ ഉയർന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടുകാർ വെട്ടിക്കൊല്ലുക. തേൻകുറിശി റെക്കോർഡഡ് ആണ്. ഇതൊന്നും ഞാൻ പറയുന്നത് വാർത്തകളിൽ നിന്നല്ല, കേരളത്തിന്റെ പോലീസിന്റെ വെബ്സൈറ്റിൽ നിന്നാണ്. 2021 ആറ്റിങ്ങിലെ പിന്തു പോലീസ് ഒരു കൊച്ചും അച്ഛനും കൂടി ഇതിലെ വന്നപ്പം കാറിൻ്റെ അകത്തുനിന്ന് പോലീസുകാരുടെ മൊബൈൽ ഫോൺ കാണാതെ പോയപ്പം നമ്മൾ കറുത്തതായ കൊണ്ടും നമുക്ക് നല്ല ഉടുപ്പില്ലാത്തത് കൊണ്ടും നമ്മുടെ കയ്യിൽ നല്ല വാച്ചില്ലാത്തത് കൊണ്ടും ആ കൊച്ചാണ് അത് മോട്ടിച്ചെന്ന് പറഞ്ഞു. ആ കൊച്ചിന്റെ അച്ഛൻ അന്ന് ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു. ആ കൊച്ചിന്റെ അച്ഛൻ എത്ര നാൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയെന്നറിയോ, തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്. 2023 കോഴിക്കോട് വിശ്വനാഥൻ, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10-14 കൊല്ലത്തിന് ശേഷം ഭാര്യ ആദ്യമായി പ്രസവിച്ചപ്പം ഒരു ട്രൈബൽ മാൻ വിശ്വനാഥൻ അവനവിടെ പോയിരുന്നു. ഭാര്യ പ്രസവിച്ചെന്നുള്ള സന്തോഷത്തിൽ പുള്ളി വെളിയിൽ നിൽക്കുമായിരുന്നു. അപ്പൊ അവിടെ ആരാണ്ട് ഒരു പേഴ്സ് കാണാതെ പോയി, അതിൻ്റെ അത് പൈസ ഉണ്ടായിരുന്നു, മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇവനെ അവിടെ പിടിച്ചു വെച്ച് അടിച്ചു. അതിന് മനം നൊന്തി, ഒരു ട്രൈബാണ്. അപ്പൊ അവൻ മനം നൊന്ത് പെട്ടെന്ന് അടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ പോയി തൂങ്ങി മരിച്ചു. അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് അറിയത്തില്ല. അത് ആ പിക്ചർ നിങ്ങൾ ആരും കണ്ടു കാണാൻ വഴിയില്ല, അത് ആരും പ്രസിദ്ധീകരിച്ചില്ല. ആ പിക്ചർ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അന്നത്തെ ദിവസം ഉറക്കം നഷ്ടപ്പെടും. ആ കേസ് എന്തെങ്കിലും ആയോ? ഒന്നും ആയില്ല ആ കേസൊന്നും. പിന്നെ 2024 കോട്ടയത്ത് അമൽ കൃഷ്ണ എന്ന് പറഞ്ഞൊരു കൊച്ചിനെ റാഗ് ചെയ്ത് ഓർമ്മയുണ്ടോ? ബ്ലേഡൊക്കെ വെച്ച് മുറിച്ച് മറ്റേ കോമ്പസ് ഒക്കെ വെച്ച് കുത്തി. ഒരു നായരുകാർക്കനാണെങ്കിൽ ഇതുപോലെ ചെയ്യുവാണ്. ആ കൊച്ചു പട്ടികജാതിക്കാരനാണ്. ബാക്കിയുള്ള അപ്പർ കാസ്റ്റ് കുട്ടികൾ പോയിട്ട് ഇത് മനഃപൂർവ്വം ചെയ്യും. അപ്പൊ നമ്മുടെ കണ്ണെപ്പോഴും വടക്ക് നോക്കി യന്ത്രമായതുകൊണ്ട് UP ആയതുകൊണ്ട് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. 2025 ഗോകുൽ എന്ന് പറഞ്ഞൊരു ട്രൈബൽ കുട്ടി ഓർമ്മയുണ്ടോ? ഈ ഒരു കൊച്ചിനെ, ഒരു പെൺകൊച്ചിനെ ഒരുമിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അത് പ്രണയമാണ്, ശൈശവ വിവാഹമാണെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് പിന്നെ വിട്ടു. ഈ ചെറുക്കനെ പിടിച്ച് അകത്ത് വെച്ചു. ചെറുക്കൻ മറ്റേ ബാറിൽ ഷട്ടിൽ കെട്ടിത്തൂങ്ങി മരിച്ചെന്നാണ് പറഞ്ഞത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അത് ഗോകുൽ പേര് പോലും നിങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ല. നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എന്താന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് പക്ഷെ ചീഫ് സെക്രട്ടറി കറമ്പിയാണെന്ന് വിളിച്ചതിൽ അവർക്ക് വിഷമം വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് എൻ്റെ അടുത്തുള്ളതാണ്. ബിന്ദു മാല കാണാതെ പോയതിന് വ്യാജ എഫ്ഐആർ ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് ആ സ്ത്രീ അവിടെ പിടിച്ചു വെച്ചു. എന്നിട്ട് വെള്ളം ചോദിച്ചപ്പോൾ മൂത്രപ്പുരയിൽ വെള്ളമുണ്ട്, വേണം എടുത്ത് വെച്ച് കുടിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും ഒരു എഫ്ഐആർ ഇടുന്നു. എന്നിട്ട് ഇവരെല്ലാം കണ്ടെത്തിയിട്ട് അവരെ വെറുതെ വിടുന്നു. ഇത് എവിടെയാണ് നടക്കുന്നത്? കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഈ പിണറായി സർക്കാരിന്റെ ഇടയിൽ നടക്കുന്നത്. ഈ പിണറായി സർക്കാർ ആരാണ്? വർക്കേഴ്സ് പാർട്ടി, ദളിതരുടെ മൊത്തം സംരക്ഷകരുടെ കുത്തക അവകാശം എടുത്തിട്ടുള്ള പാർട്ടി. പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളിയാണ് എങ്കിൽ പോലും പുള്ളി ട്രൈബാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഇൻസിഡന്റ് ആണ് ആ പാലക്കാട് ആൾക്കാർ തല്ലിക്കൊന്നൊരു രാം മാധവ് നാരായണൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ മുസ്ലിമാണ്, ബംഗ്ലാദേശിയാണ്, മോഷ്ടാവാണെന്ന് പറഞ്ഞിട്ട് റോഡിൽ കല്ല് വെച്ച് ഇടിച്ചിട്ട് അവൻ ട്രൈബാണ് ഛത്തീസ്ഗഡിൽ. ആ കേസിൽ 0 എഫ്ഐആർ ഇടുമ്പോൾ SC/ST അട്രോസിറ്റി ആക്ട് ഇട്ടിട്ടില്ലായിരുന്നു കേരള സംസ്ഥാന പോലീസ്. സർട്ടിഫിക്കറ്റ് കൊണ്ടുവരട്ടെ, എന്നിട്ട് പരിശോധിച്ചിട്ട് ഞങ്ങൾ SC/ST അട്രോസിറ്റി, അതായത് അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, നാളെ തൊട്ട് ഞാൻ എൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കണം. എന്നെ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ പോലീസിനെടുക്ക പോകുമ്പോൾ സാർ ഞാൻ SC ആണ്, അതുകൊണ്ട് അട്രോസിറ്റി ആക്ട് ഫയൽ എഫ്ഐആറിന് ബുക്ക് ചെയ്യണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സ്ഥിതിയാണ് കേരളത്തിൽ. ഇതാണോ നവകേരളം? ഇതാണോ പുരോഗമന കേരളം? ഇതാണോ നവോത്ഥാന കേരളം? എനിക്ക് ഒരു താല്പര്യമില്ല. ഇപ്പൊ മുരളി സാറൊക്കെ വന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഒരു താല്പര്യമില്ല. കണക്ക് പോലീസിന്റെ അടുക്കുന്ന എടുത്തതാ. 2016
ST അട്രോസിറ്റി ആക്ടിലെ കേസുകളുടെ എണ്ണം മാത്രം ഞാൻ പറയാം. ഈ ഒരു FIR ഇടണമെങ്കിൽ സാധാരണ നമ്മളൊരു കേസുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ FIR ഇടണമെങ്കിൽ എടുക്കത്തില്ല, പോലീസ് എടുക്കത്തില്ല. ഇനി എടുക്കണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം ഹീനിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ആണെങ്കിൽ മാത്രമേ പോലീസ് നിർബന്ധിതമായിട്ട് അവരെ നിർബന്ധിച്ചും അവർക്ക് വേറെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അവരെ FIRലെ SC/ST അട്രോസിറ്റി ആക്ട് ചേർക്കത്തുള്ളൂ. അങ്ങനെ ചേർത്ത കേസുകളുടെ എണ്ണം മാത്രമാണ് ഞാൻ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ആവറേജ് പറയാം. 2016 992 കേസുകൾ, 2017 1059, 2018 909, 2019 904, 2020 976, 2021 1081, 2022 1222, 2023 1313, 2024 1269, 2025 നവംബർ വരെയുള്ള കണക്കേ ഉള്ളൂ 1059. മൊത്തം 10,784 FIR അല്ലെങ്കിൽ SC/ST അട്രോസിറ്റി കേസുണ്ട്. അതായത് ഒരു വർഷം ശരാശരി 1000 കേസുണ്ട്. ഒരു വർഷം എത്ര ദിവസമുണ്ട്? 365. അപ്പോൾ ഒരു വർഷം 365 എന്ന് വെച്ചിട്ട് 1000 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ശരാശരി 3 SC/ST അട്രോസിറ്റി കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എടുക്കുന്നുണ്ട്. ഒരു ദിവസം 3. നമ്മുടെ പോപ്പുലേഷൻ എത്രയാ കേരളത്തിൽ? ആകെ ജനസംഖ്യയുടെ 10% ഉള്ളൂ. ഈ 10% വരുന്ന ഒരു ദിവസം നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള 3 പേർക്ക്, എനിക്കോ നിങ്ങൾക്കോ ഇത് സംഭവിക്കാം, 3 പേർക്ക് ഈ SC/ST അട്രോസിറ്റി നേരിടുന്നുണ്ടെങ്കിൽ ഇത് നവോത്ഥാന കേരളമാണോ, പുരോഗമന കേരളമാണോ, നവകേരളമാണോ, പിണറായി 3 ആണോ, പിണറായി കേരള ആണോ എന്നൊന്നും എനിക്കൊരു വിശ്വാസമല്ല. എനിക്ക് ഒരു രീതിയിലും ഈ സംസ്ഥാനത്ത് പുരോഗതി ഉണ്ട്, സോഷ്യൽ ഇക്വിറ്റി ഉണ്ട്, സോഷ്യൽ ഇക്വാലിറ്റി ഉണ്ടെന്നൊന്നും പറയുന്നതിൽ ഒരു വിശ്വാസമല്ല. ഒരു ദിവസം 3 പേർക്ക് SC/ST കേസ് ഫയൽ ചെയ്യാൻ നിർബന്ധിതരാകുന്ന പുരോഗമന കേരളമാണ്. ഇത് ഫയൽ ചെയ്യപ്പെടാതെ പോകുന്ന കേസുകളുടെ എണ്ണം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള കന്യാരാമന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് വെച്ച് നോക്കിയാൽ അവരുടെ കയ്യിൽ ദിവസം 5-6 കേസുകളാണ് വരുന്നത്. അവർ കിടന്ന് ഓട്ടോവാ പോലീസ് സ്റ്റേഷനിൽ, മൈക്രോ ലെവലിൽ കിടന്ന് ഓടുകയാണ്. ഇത് കേസെടുക്കണം, ഇത് കേസെടുക്കണം, ഇത് കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ അടുത്തിടെ ഒരു വെള്ളനാട് ശശിയുടെ കാര്യം പറഞ്ഞു കേട്ടോ, SC/ST അട്രോസിറ്റി കേസ്. അയാളെ കിട്ടാനില്ല, പന്നിയെ കൊന്ന കേസിൽ കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷണം നടക്കുമ്പോൾ അയാൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോകും. ഫോറസ്റ്റ് പറയാ പുള്ളിയെ കിട്ടാനില്ല, അപ്പൊ സെക്രട്ടേറിയറ്റിന്റെ അകത്ത് ഇരിപ്പുണ്ട് അയാൾ. ഇതാണ് നമ്മുടെ നവകേരളം.